നമസ്കാരം. സംഘർഷം രൂക്ഷമായ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നാവിക കമാൻഡർ അലി റേസ തൻസരി അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ബന്ദർ അബ്ബാസിൽ നടന്ന ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് പുറത്തെത്തിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ സൈനിക നീക്കങ്ങൾക്കും കടലിടുക്ക് അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചിരുന്ന പ്രമുഖ ഉദ്യോഗസ്ഥനായിരുന്നു അലി റേസ. ഇക്കാര്യം ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2018 മുതൽ IRGC നാവികസേനയെ നയിക്കുന്ന അദ്ദേഹം മുൻപ് പലതവണ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വധശ്രമങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ റിപ്പോർട്ടുകളോട് ഇറാൻ ഭരണകൂടമോ ഇസ്രയേലി സൈന്യമോ ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിൽ നേരെയുണ്ടായ ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ കടുത്ത പ്രതിഷേധവുമായി അതേസമയം റഷ്യ രംഗത്തെത്തിയിട്ടുണ്ട്. ആണവ നിലയത്തിന് നേരെയുള്ള പ്രകോപനം ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് റഷ്യൻ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലയത്തിൽ ജോലി ചെയ്യുന്ന റഷ്യൻ ജീവനക്കാരുടെ ജീവൻ അപകടത്തിലാണെന്നും ഇത്തരം നീക്കങ്ങൾ ഒരു വലിയ ആണവ ദുരന്തത്തിന് വഴിമാറുമെന്നും മോസ്കോ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിലെ ആക്രമണത്തിൽ വലിയ അപകടങ്ങൾ ഒഴിവായത് ഭാഗ്യം കൊണ്ടാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നു എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. 6 വർഷം മുമ്പ് ലോകത്തെ പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരിക്ക് സമാനമായ ആഘാതം ഈ യുദ്ധം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വ്യാപാര ശൃംഖലയെയും ഉൽപാദന മേഖലയെയും സംഘർഷം സാരമായി ബാധിക്കുന്നുണ്ട്. റഷ്യയുടെ ഈ ശക്തമായ പിന്തുണയ്ക്ക് ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ കരുത്തു പകരുന്നതാണെന്നും ഇറാൻ പ്രസിഡന്റ് പ്രതികരിച്ചു. 2 ദിവസം മുമ്പാണ് ബുഷഹർ ആണവ നിലയത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. മിസൈൽ അവശിഷ്ടങ്ങൾ നിലയത്തിന്റെ കോമ്പൗണ്ടുകളിൽ വീണു എങ്കിലും ആണവ ചോർച്ചയോ മറ്റ് വലിയ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ സയനിസ്റ്റ് ശത്രുക്കൾ തങ്ങളെ ലക്ഷ്യമിടുകയാണ് എന്നും എന്നാൽ നിലയം സുരക്ഷിതമാണ് എന്നാണ് അധികൃതർ അറിയിച്ചത്. മേഖലയിൽ സംഘർഷം പുകയുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ജാഗ്രതയോടെയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിർണായക വഴിത്തിരിവായി ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും വൈദ്യുതി നിലയങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ 10 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇറാൻ സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനമെന്നും ചർച്ചകളിൽ പുരോഗതി ഉള്ളതായാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചത്. നേരത്തെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നും ട്രംപ് 48 മണിക്കൂർ അന്ത്യശാസനം നൽകിയിരുന്നു. എന്നാൽ നിലവിൽ ചർച്ചകൾ ശരിയായ ദിശയിലാണെന്നും സമാധാന കരാറിലെത്താൻ സാധിക്കുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ 10 ദിവസത്തെ ഇടവേള ആഗോള എണ്ണ വിപണിയിലെ ആശങ്കകൾ പരിഹരിക്കുവാനും നയതന്ത്ര ചർച്ചകൾക്കും കൂടുതൽ സമയം നൽകും.